ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമെന്ന് സൂചിപ്പിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്കെതിരെ നിർണായകമായ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ഇറാൻ ഭീഷണി മുഴക്കി. ഇറാന്റെ മിസൈലുകളെ ഭയന്ന് ഇസ്രായേൽ നഗരങ്ങളിൽ വീണ്ടും സൈറൺ മുഴങ്ങി. ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി കെ സുഹൈലാണ് ചേരുന്നത്. സുഹൈൽ, ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ പ്രതികരണങ്ങൾ വരുന്നു? അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റുമായി ഇറാന്റെ കൂടിക്കാഴ്ച നടക്കാനിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? ദിവ്യ, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇരു ഭാഗത്തും കനത്ത ആക്രമണം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം ഇറാനിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമാണ്. ടെഹ്റാനിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ വിവിധ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് അവിടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനം എവിൻ ജയിലാണ്. എവിൻ ജയിൽ എന്ന് പറയുന്നത് കുപ്രസിദ്ധമായ ഒരു ജയിലാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെയും വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളെയും ഇരട്ട പൗരത്വമൊക്കെയുള്ള ആളുകളെ പാർപ്പിക്കുന്ന വിവിധ കേസുകളിൽ ഉൾപ്പെടുത്തി ഇറാൻ ജയിലിലടക്കുന്ന സ്ഥലം കൂടിയാണ് എവിൻ ജയിൽ എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നു. ഏതെങ്കിലും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ജയിലിന് എത്രമാത്രം കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനിയും അറിയേണ്ടതാണ്. അതേപോലെ തന്നെ ടെഹ്റാനിലുള്ള വിവിധ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറയുന്നത് ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ നടത്തും എന്ന് സൂചന നൽകിക്കൊണ്ടാണ്. ഭരണ സംവിധാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്ന് ഇറാൻ ഭരണകൂടത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇസ്രായേൽ പറയുകയാണ്. അതേപോലെ തന്നെ ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും ജെറുസലേമിലും അഷ്ദോദിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നു. അതേപോലെ ഇനിയും നിരവധി മിസൈലുകൾ അങ്ങോട്ട് എത്തും എന്നുള്ള സൂചനയിൽ തന്നെ വിവിധയിടങ്ങളിൽ സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംഭവിച്ച കാര്യങ്ങളെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന തന്നെയാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. റിജൈം ചേഞ്ച്, അതായത് നിലവിലുള്ള ഭരണകൂടത്തെ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല എന്നാണ് നേരത്തെ അമേരിക്ക പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ സമൂഹമാധ്യമ ട്വീറ്റിൽ പറയുന്നത് ഒരു മെഗാ ക്യാമ്പയിനെ കുറിച്ചാണ്. മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ഇറാനിലെ ജനങ്ങളെ മാറ്റാനും അതേപോലെ തന്നെ ഇറാനെ വീണ്ടും ഉന്നതിയിലേക്ക് എത്തിക്കാനും നിലവിലുള്ള സർക്കാരിന് സാധിക്കില്ല എന്ന് തോന്നുമെങ്കിൽ അവിടെ ഇടപെടുമെന്നും, അങ്ങനെ ഭരണ സംവിധാനമാണ് അത് മാറ്റുകയാണ് വേണ്ടതെങ്കിൽ അതിൽ ഇടപെടും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുടിൻ ഇപ്പോൾ പറഞ്ഞത് അമേരിക്കയുടെ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. അത്തരം ഒരു ആക്രമണം ഒരു അടിസ്ഥാനവുമില്ലാത്ത കാരണങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഇപ്പോൾ പുടിൻ പറയുകയാണ്. ഈ യുദ്ധത്തിൽ ഇറാന്റെ ഒരു ഇടപെടൽ എത്രത്തോളമായിരിക്കും എന്ന്, ഈ ഇറാന്റെ സഹായം റഷ്യയുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ റഷ്യ ഇടപെടില്ലെങ്കിലും സഹായം നൽകുന്നത്, ആയുധം നൽകുന്നതിനപ്പുറമായി ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം നൽകി, പ്രത്യേകിച്ചും അമേരിക്ക കൂടി കളത്തിലിറങ്ങിയ ഈ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഒരു ചേരിയായി രൂപപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് നിർണായകമായ ഉത്തരങ്ങൾ നൽകും.